ഹായ് നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ്. നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ എടുക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറിക്കഴിഞ്ഞിട്ട് ഇത് ഈ ഒരു നമ്മുടെ സിറ്റൗട്ട് എന്ന് പറയുന്നത്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്ലാസ്റ്റർ ചെയ്ത കാര്യങ്ങളാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാം നമ്മുടെ പ്ലംബിങ്ങിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളിപ്പം വൈറ്റ് വാഷും കൂടെ ചെറുതായിട്ടൊന്നും ചെയ്തായിരുന്നു. വൈറ്റ് വാഷ് അല്ല, സിമെൻറ്റ് പ്രൈമറാണ് അടിച്ചണം. അതും 2 കോട്ട് അടിച്ചിട്ടില്ല, 1 കോട്ട് അടിച്ചിട്ടുള്ളൂ. ഒറ്റ കോട്ട് മാത്രമേ അടിച്ചിട്ടുള്ളൂ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കണക്ക് തന്നെ നമ്മൾ എന്തെങ്കിലും വർക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുവരെ ഇല്ലാത്തൊരു മഴഞ്ഞ് വരും. നമ്മൾ പ്രൈമർ അടിച്ച് തുടങ്ങിയപ്പോഴും അതേ അവസ്ഥയായിരുന്നു, മഴ. 2 ദിവസം നല്ല മഴയായിരുന്നു. മേളിൽ നമ്മുടെ സിറ്റൗട്ടിൻ്റെ മേൽഭാഗത്തൊക്കെ അടിച്ച സിമെൻറ്റ് പ്രൈമറൊക്കെ ഇളകിപ്പോയി. പിന്നെ വീണ്ടും അത് അടിച്ചിട്ട് ഇപ്പം ബാക്കി ഫുൾ സൈഡ് അടിച്ചിട്ടില്ല, ബാലൻസ് അങ്ങനെ ഇട്ടേക്കാണ് കേട്ടോ. കുറച്ച് ദിവസം ഉണങ്ങിയിട്ട് അടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ്. അതിൻ്റെ കൂടൊപ്പം തന്നെ നമ്മൾ ബാത്റൂമിൻ്റെ കുഴിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമ്മുടെ സ്ലാബിൻ്റെ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ. പാട്ടൊക്കെ പാടി ഹായ് പറയടി. ഹായ് പറ. ഹായ് പറ. ഹായ് പറ. ഹായ് പറ. ഹായ് പറ. തൂത്ത് വൃത്തിയാക്കും ഇവിടെ മൊത്തം. ജാനി ജാനി മതി മതി, ബാ നമുക്ക് പോവാം. പോണ്ടേ? എവിടെ പോണ്? ഞാൻ മോളിൽ പോവാ. ഇവിടെ പോവാന്ന് പറഞ്ഞോണ്ടേ തുറപ്പാൻ കിട്ടണം. അപ്പോൾ ബാത്റൂമിൻ്റെ കുഴി എന്ന് പറയുമ്പോൾ നമുക്ക് 2 സൈഡിലായിട്ടാണ് അടിക്കേണ്ടി വന്നത് കേട്ടോ. ഒരു ബാത്റൂം ഇവിടെയും അതേപോലെ തന്നെ മറ്റൊരു ബാത്റൂം അപ്പുറത്തെ സൈഡിലുമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ 2 കുഴിയുണ്ട്. ഒരെണ്ണം ബാത്റൂമിൻ്റെ വേസ്റ്റ് വാട്ടർ പോകുന്നു, അതേപോലെ തന്നെ ക്ലോസറ്റിൻ്റെ ഒരു പിറ്റുമാണുള്ളത്. ഇതിപ്പം ബാത്റൂമിൻ്റെ വേസ്റ്റ് വാട്ടർ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കുഴി എന്ന് പറയുന്നത് 3 പോലെ അടിപ്പിച്ചുകൊണ്ട് കേട്ടോ. ഇത് വേസ്റ്റ് വാട്ടർ പോകാൻ വേണ്ടിയിട്ടാണ്, അതായത് സൂപ്പ് വെള്ളവും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ബാത്റൂമിൻ്റെ കുഴി എന്ന് പറയുമ്പോൾ ഇതേ ഇത്രയും ഉണ്ട്. ഇതിനകത്ത് ഇതിപ്പം 5 കോലാണ് കുഴിച്ചേക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ 12 അടി ആയപ്പോൾ തന്നെ ഇവിടെ വെള്ളവും കണ്ടായിരുന്നു, ഈ കുഴിക്കകത്ത് വെള്ളം ഉണ്ടായിരുന്നു. ഇതിപ്പം സൈഡ് കെട്ടാൻ വേണ്ടിയിട്ട് കുഴിച്ച മണ്ണ് അതിനകത്ത് ഇട്ടുകൊണ്ടാണ് വെള്ളം കാണാൻ പറ്റുന്നത് കേട്ടോ. അതിനകത്ത് വെള്ളം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് പിന്നെ വരുന്ന കുഴി എന്ന് പറയുന്നത് നമ്മുടെ കിച്ചൺ സൈഡിലാണ്. കിച്ചൺ സൈഡിലും ഇവിടെ സ്ലാബ് വാർത്തിട്ടിട്ടുണ്ട്. സ്ലാബിൻ്റെ കാര്യങ്ങൾ പിന്നീട് പറയാം. സ്ലാബ് 5 എണ്ണം തന്നെ വാർത്തിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ 3ാമത്തെ കുഴി കുഴിച്ചേക്കുന്നത് നമ്മുടെ കിച്ചൻ്റെ സൈഡിലാണ് കേട്ടോ. കിച്ചൻ്റെ ഇവിടെ നിന്നുള്ള വേസ്റ്റ് വാട്ടറും കാര്യങ്ങളൊക്കെ ഈ ഒരു കുഴിയിലായിരിക്കും. ഇതും 3 കോലാണ് കുഴിച്ചേക്കണം. എന്തേ ആരെവിടെ ജാനി എവിടെ? പിന്നെ അതേപോലെ തന്നെ ഇവിടെ സ്ലാബും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടിട്ടുണ്ട്. ഇവിടെ തന്നെ ഇപ്പോൾ 3 സ്ലാബ്, ഒരെണ്ണം ഇവിടെയും ഒരെണ്ണം ഫ്രണ്ടിലുമാണ് കേട്ടോ. അപ്പം 2ാമത്തെ നമ്മുടെ റൂമിൻ്റെ ബാത്റൂം എന്ന് പറയുന്നത് ഇതാണ്. ഇത് നമ്മുടെ സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ട് വരും കേട്ടോ. അതിൻ്റെ കുഴിയാണ് ഈ കാണുന്ന 2 എണ്ണം. ഇത് വേസ്റ്റ് വാട്ടർ കളക്ട് ചെയ്യുന്നതും ഇത് നമ്മുടെ ക്ലോസറ്റിൻ്റെ കുഴിയാണ്. ഇതിപ്പം 10 അടിയാണ് എടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ഈ കുഴി എന്ന് പറയുമ്പം 6 അടി ഉണ്ട് കേട്ടോ. നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഇൻ്റർലോക്ക് കൂടെ കിട്ടിയിരുന്നു കേട്ടോ. ഇവിടെ അടുത്തൊരു പമ്പിൽ നിന്ന് ഇളക്കിയതാണ്. അവിടെ പുതിയതായിട്ട് പഴയ ഇൻ്റർലോക്ക് കിട്ടിയതാണ്. അത് നമ്മൾ കുറച്ചിങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇവിടുത്തെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു ഇൻ്റർലോക്ക് ഇടാന്നുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഴിയുടെ കാര്യം 5 കുഴിയുള്ളതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് അളവിലൊക്കെ ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് 10 അടിയും അതേപോലെ തന്നെ 12 അടിയൊക്കെയാണ് കുഴിയുടെ അളവെന്ന് പറയുമ്പോൾ. അതേപോലെ തന്നെ വേസ്റ്റ് കുഴിക്ക് നമ്മൾ 6 അടി 7 അടി ആ റേഞ്ചിലൊക്കെ എടുത്തിട്ടുള്ളൂ. മാസ്റ്റർ ബെഡ്റൂമില് ബാത്റൂമില് കുഴിക്ക് മാത്രം അളവ് വ്യത്യാസം വരും നമ്മൾ. അത് മാത്രമേ വലുതായിട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഒരു മീഡിയം സൈസുള്ള കുഴികളാണ് കേട്ടോ. ഇവിടെ പിന്നെ അതേപോലെ തന്നെ കോലിനുള്ള റേറ്റാണ് കുഴിക്കുന്നതിന് വേണ്ടിയിട്ട്. അവർ 3 ദിവസം കൊണ്ട് ഫുൾ കുഴിയും തീർത്തിട്ടാണ് പോയത്. കോൽ റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു കോല് കുഴിക്കാൻ വേണ്ടിയിട്ട് 1100 റേറ്റ് വരുന്നത്. ഓരോ സ്ഥലങ്ങളനുസരിച്ചിട്ട് അതിൻ്റെ റേറ്റിലും കാര്യങ്ങളൊക്കെ വ്യത്യാസങ്ങൾ വരാം. ഇതിപ്പം നമുക്ക് ഈ 5 കുഴിയും കൂടെ ആയത് 17,000 രൂപയാണ് നമുക്ക് ടോട്ടൽ കുഴിക്കാൻ വേണ്ടിയിട്ട് ആയത് കേട്ടോ. അതേപോലെ തന്നെ സ്ലാബ് ഒരെണ്ണം ഫ്രണ്ടിലാണ് ചെയ്തിട്ടേനെ കേട്ടോ. ഇതിപ്പം സ്ലാബിൻ്റെ റേറ്റ് വന്നിട്ട് മെറ്റീരിയൽസ് എല്ലാം കൂടെ 10,000 രൂപ ആയിട്ടുണ്ട്. കല്ല് കെട്ടിയതും സ്ലാബ് വാർത്തതും എല്ലാം കൂടെ ചേർത്തിട്ട് അങ്ങനെ സ്ലാബിനും 16,000 രൂപയോളം സ്ലാബിനുമായിട്ട് ടോട്ടൽ ഇതാണ് ഇതിൻ്റെ ബഡ്ജറ്റ് വന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഈ സ്ലാബ് ഇവിടെ കിടന്ന് തുടങ്ങിയിട്ട് ഇത് എടുത്തിരുന്നൊരു പരിപാടിയും കൂടെ ഉണ്ട്. അപ്പോൾ സിമെൻറ്റ് പ്രൈമർ നമ്മൾ ഫ്രണ്ട് അടിച്ചിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ സൈഡും അടിച്ചായിരുന്നു കേട്ടോ. മൊത്തത്തിൽ അടിക്കാൻ പറ്റിയില്ല, ആ സമയത്താണ് മഴ തുടങ്ങിയത്. പ്രൈമറിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഫിനിഷ് ആയിട്ട് അടുത്ത വീഡിയോയിൽ പറയാം. ഇപ്പോൾ നമ്മുടെ
കുഴി എടുത്തേക്കുന്ന ഒന്ന് നമ്മുടെ ഈ സൈഡിലും ഒന്ന് ഈ സൈഡിലായിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.